എല്ലാ വെള്ളിയാഴ്ചയും കേരളത്തിൽ പുതിയ പുതിയ കോമാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കമൻറ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ റെസ്പോൺസ് വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പുതിയ അണ്ണൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആറാട്ടണ്ണൻ ആണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന അങ്ങനെ ഒരു അണ്ണൻ. അതിനുശേഷം പാട്ട് പാടുന്ന ഒരു അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. വേറെ പല രീതിയിലുള്ള അണ്ണന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് അമേസിങ് അണ്ണൻ വന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഈ കോമാളി എന്ന് പറയുന്ന പ്രയോഗം ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ കങ്കുവ എന്ന് പറയുന്ന സിനിമ വന്ന സമയത്ത് കങ്കുവയിൽ സൂര്യയൊക്കെ ഇട്ടിരിക്കുന്ന അതേ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഒരാൾ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് വനിതാ തിയേറ്ററിലാണല്ലോ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി അരങ്ങേറാറുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏരീസ് തിയേറ്ററും കുറച്ച് ആളുകൾ ഇതാണ് നമുക്ക് പറ്റിയ വെള്ളനിലം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ട് അവിടെ വന്ന് പെർഫോമൻസുകൾ തുടങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആദ്യത്തെ ഷോ കഴിയുന്ന സമയത്ത് തിയേറ്ററിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എറണാകുളത്ത് കങ്കുവയുടെ റിലീസിൻ്റെ സമയം ഇദ്ദേഹം വേഷം കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ വേഷം ഇട്ടുകൊണ്ട് അദ്ദേഹം കുറച്ച് പരിപാടികളൊക്കെ കാണിച്ചു. നമ്മൾ ഓൺലൈൻ മീഡിയക്കാരല്ലേ, അവർ അദ്ദേഹത്തിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാമോ എന്ന് ചോദിച്ചു. പുള്ളി അതൊക്കെ പെർഫോം ചെയ്ത് കാണിച്ചു. അദ്ദേഹം സിനിമ കഴിഞ്ഞ് വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ തിയേറ്റർ വിടുകയാണ് ചെയ്തത്. പക്ഷേ അയാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വേഷം മാറി വരുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോമാളികൾ എന്നൊരു ടൈറ്റിൽ ഉപയോഗിച്ചതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എമ്പുരാൻ തിയേറ്ററിൽ റിലീസാവുന്ന സമയത്ത് എല്ലാവരും ബ്ലാക്ക് ഷർട്ട് ഇട്ട് വരാനുള്ള ഒരു ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആളുകൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് തിയേറ്ററിലേക്ക് വന്നത്. അതിലെന്താണ് കുഴപ്പം? അവർ ഡ്രസ്സ് ചെയ്യല്ലേ. അവർ ആ സിനിമയോട്, അതിൻ്റെ അണിയറ പ്രവർത്തകരോട്, ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനോടുള്ള ഇഷ്ടം, ആരാധന, അടുപ്പം ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നല്ലേ ഉള്ളൂ. പണ്ട് ശിവാജി സിനിമ റിലീസാവുന്ന സമയത്താണ് എനിക്ക് ഓർമ്മയുള്ളത്, ഒരുപാട് ആളുകൾ തല മൊട്ടയടിച്ചിട്ട് തിയേറ്ററിൽ പോയി ശിവാജി കാണാൻ വേണ്ടിയിട്ട്. അതും ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കങ്കുവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിലേക്ക് വന്ന കങ്കുവയിലെ അതിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ അതിലെ മറ്റ് കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണ രീതിയൊക്കെ മനസ്സിലാക്കി റിസർച്ച് ചെയ്ത് പഠിച്ച് അത് തയ്ച്ചുണ്ടാക്കി പൈസ കൊടുത്തത് ഇട്ട്, പിന്നെ ഈ കോസ്റ്റ്യൂം ഇട്ട് നടക്കണ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. എന്നിട്ടും അദ്ദേഹം അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ഞാനതിനെ ഒരു ആർട്ട് ഫോം ആയിട്ട് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കോസ്പ്ലേ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ അതിനെ ആർട്ട് എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുക. കാരണം ഏതെങ്കിലും ഒരു സിനിമയിലെ അല്ലെങ്കിൽ ഒരു ഗെയിമിലെ ഒരു പ്രിയപ്പെട്ട ക്യാരക്ടറായിട്ട് സ്വയം ഡ്രസ്സപ്പ് ചെയ്തുകൊണ്ട് ബാക്കി ആരുടെയും മെക്കിട്ട് കയറാതെ, ആരുടെയും പ്രൈവസിയിൽ ഇടിച്ച് കയറാതെ ആ ഒരു കോസ്റ്റ്യൂമിൽ അന്നത്തെ ദിവസം അങ്ങനെ നടക്കുന്നു. അത് ഒരാളുടെ ചോയ്സാണ്. മാത്രമല്ല, ആ ചോയ്സ് അയാൾ എടുക്കുമ്പോൾ, കോസ്പ്ലേ എന്ന് പറയുന്നൊരു പരിപാടിയിലേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൂടിച്ചേരുന്നുണ്ട്. ഒന്ന്, ആർട്ട് ഫോമിനോട്. ഇപ്പോൾ കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ കാര്യം മാത്രമല്ല, വേറെയും സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കങ്കുവയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ആ പുള്ളിനെയും കൂടി ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കങ്കുവ എന്ന് പറയുന്ന സിനിമയോട്, അതിലെ ആർട്ടിസ്റ്റുകളോട്, അതിൻ്റെ കോസ്റ്റ്യൂം രീതിയോട് അയാൾക്കുണ്ടായിരുന്ന റെസ്പെക്റ്റ് ഒരു ഘടകമാണ്. അയാൾക്ക് അതിൽ നിന്ന് പബ്ലിസിറ്റി കിട്ടിയിട്ട് മലമറിക്കാനുണ്ടാവും എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് സ്റ്റിൽ ആ പറയുന്ന സിനിമയോടും അതിൻ്റെ കോസ്റ്റ്യൂമിനോടും മേക്കപ്പിനോടുമുള്ള അയാളുടെ റെസ്പെക്റ്റ് അതിലുണ്ട്. അവിടെ ലക്ഷങ്ങളും കോടികളും വാങ്ങി ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയെടുത്തൊരു സാധനത്തിനെ അയാൾ തൻ്റേതായ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട്, ചെറുതാണെങ്കിൽ പോലും അവിടെ പണം അയാൾ ചിലവാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പണം ചിലവാക്കി ഇത്രയും അവരവിടെ റിസർച്ച് ചെയ്ത സാധനത്തിന് എങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റുക എന്നൊരു വലിയ റിസർച്ച് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള അയാളുടെ ഓട്ടമുണ്ട്. അതെല്ലാം അറേഞ്ച് ചെയ്ത ശേഷം അന്ന് തിയേറ്ററിൽ വരിക, അങ്ങനെ ഒരു വേഷത്തിൽ അന്നത്തെ ദിവസം തുടരുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മിനിമം അയാൾക്ക് ആ ആർട്ട് ഫോമിനോടുള്ള റെസ്പെക്റ്റ് ഉണ്ട്. അതായത് അയാൾ ആ ചെയ്യുന്ന വേഷം മാറൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് അയാൾക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ആ വാളും മുന്തോക്കെ എടുത്തുകൊണ്ട് വന്ന് വഴിയെ പോയ ആളുകളുടെയൊക്കെ നെഞ്ചത്ത് കയറുക എന്ന് പറയുന്ന ഒരു പരിപാടി പുള്ളി ചെയ്തിട്ടില്ല. ആ കോസ്റ്റ്യൂം ഇട്ട് തിയേറ്ററിൽ വരികയും പോവുകയും ചെയ്ത എല്ലാ ആൾക്കാർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ അവരോടൊക്കെ കഥ പറയുന്ന പരിപാടി പുള്ളി ചെയ്തിട്ടില്ല. ഇനി ഇതിനോട് ചേർത്ത് വെക്കാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ മെത്തേഡാണ്. സജി നന്ദിയാട്ടുമായിട്ട് നടത്തിയ ഒരു ഡിസ്കഷനിലും ഈ പറയുന്ന ഒരു കോമാളി പ്രയോഗം ഉണ്ടായിരുന്നു. കോമാളി വേഷം കെട്ടി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം. അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെതായ വേഷവിധാനങ്ങളെ അതിനെ കുറേ കൂടി വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ, എനിക്ക് തോന്നുന്നു അശ്വന്ത് കോക്ക് പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള റിവ്യൂസിലൊന്നും ഈ പറയുന്ന വേഷം കെട്ടൽ എന്ന് ഇവർ പറയുന്ന ആ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വിമർശിക്കേണ്ടി വരുമ്പോഴാണ് അങ്ങനെ ഒരു മെത്തേഡ് കൂടി അവിടെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് മിമിക്രിയുടെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ആർട്ടിൽ നിന്ന് കുറച്ചെടുത്ത് അതിനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. പുള്ളി ഉപയോഗിക്കുന്ന ഭാഷയോ വാക്കുകളോ അയാളുടെ റിവ്യൂസോ അഭിപ്രായങ്ങളോ ഒന്നും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാ ആളുകൾക്കും അവരുടെ ഒപ്പീനിയൻ അവരവരുടേതായിട്ടുണ്ടാവും, അത് പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതി ഉണ്ടാവും. പക്ഷേ ഈ വേഷം മാറൽ എന്ന് പറയുന്നതിനെ നമ്മളെപ്പോഴും ഒരു കോമാളിത്തം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു കോമാളി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിലേക്കാണ് കൊണ്ട് ആഡ് ചെയ്യുന്നത്. ആക്ച്വലി അതിനകത്ത് കുറച്ച് മെനക്കേടുണ്ട്. ഈ പറയുന്ന കോസ്റ്റ്യൂംസിനെയും മേക്കപ്പിനെയും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. പിന്നെ അതിനകത്ത് ഓഫ് കോഴ്സ് നേരത്തെ നമ്മൾ കങ്കുവയിലെ ആ ഡ്രസ്സ് ഇട്ട് വന്ന പുള്ളിയെ പോലെയല്ല, ഇവിടെ കുറേ കൂടി വിമർശനാത്മക
വിമർശനാത്മകമായാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം രീതികൾ കൂടി കടന്നു വന്നേക്കാം. നമ്മളെപ്പോഴും ഈ പറയുന്ന ഡ്രസ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും നേരെ കോമാളിത്തത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഡ്രസ്സ് ചെയ്ത് വരുന്ന കോസ്പ്ലേ ആർട്ടിസ്റ്റ് എന്ന് തന്നെയാണ് ഞാൻ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തിയേറ്ററുകളിലേക്ക് സിനിമയിലെ കഥാപാത്രങ്ങളായി വേഷം മാറി വരുന്ന കോസ്പ്ലേ ആർട്ടിസ്റ്റുകൾ, അവർ ഒരു ട്രൂ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവരാരുടെയും ഫീലിങ്സിനെ തിയേറ്റർ കോംപ്ലക്സിനകത്ത് വെച്ച് ഹേർട്ട് ചെയ്യാറില്ല. അങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ശാരീരികമായോ മാനസികമായോ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരൊരു തിയേറ്ററിൽ വന്നിരിക്കുന്ന പണം കൊടുത്ത് വിനോദത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ആളുകളെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 2, അവിടെ വന്നിരിക്കുന്ന ആരുടെയും പ്രൈവസിയിൽ ഇവർ കയറി കളിക്കുന്നില്ല. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽസ് ഈ ഓൺലൈൻ മീഡിയക്കാർ ക്യാപ്ചർ ചെയ്യുമ്പോൾ ബാക്കിൽ എപ്പോഴെങ്കിലും നമ്മൾ കടന്നു കൂടിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ക്യാമറയിൽ പകരേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രൈവസി അത് നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്, നിയമം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അവിടെ കൂടുതലും പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് നമ്മുടെ ഓൺലൈൻ മീഡിയയൊക്കെയാണ്. ഇങ്ങനെ ഒരു കോസ്പ്ലേ ആർട്ടിസ്റ്റ് ഉണ്ടാകുമ്പോൾ അയാളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാറ്റി നിർത്തി ചെയ്യിക്കാനുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഈ വേഷം കെട്ടി വരുന്ന ആൾ നമ്മുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യണം എന്ന് എവിടെയും വിചാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 3, ഇവർ സിനിമാ വ്യവസായത്തിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളുകളല്ല. ഗംഗോയിലെ വേഷം കിട്ടി ഒരാൾ അന്നത്തെ ദിവസം മുഴുവൻ കറങ്ങി നടക്കുന്നു, അയാളുടെ റീലുകളും അയാളുടെ ഷോർട്സും ഒക്കെ വൈറലായി മുന്നോട്ട് പോകുന്നു. അതൊരിക്കലും സിനിമയെ മോശമായി ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ അതേസമയം തിയേറ്ററിൽ നമ്മൾ പല ആളുകളെയും കാണാറുണ്ട്. ഈ പറയുന്ന ഫസ്റ്റ് ഡേ റിവ്യൂ പറയാൻ വരുന്ന ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരെന്നെ സംബന്ധിച്ച് പബ്ലിക് ന്യൂസൻസ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നു, നമുക്ക് പോകാൻ ആകെയുള്ളൊരു വഴിയാണ്. ഒന്ന് ഈ വഴി മുടക്കി നിൽക്കുന്നു. നമുക്കൊക്കെ പോയിട്ട് വേറെ പരിപാടികളുള്ളതാണ്. സിനിമ കഴിഞ്ഞ് ഇവരെ പോലെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ബഹളം വെക്കേണ്ട അത്യാവശ്യം നമുക്കുണ്ടാവില്ല. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാനുള്ളതാണ്. ഞാൻ അങ്ങനെ ചെയ്യും എന്ന് കരുതി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് ഞാൻ കാണിക്കേണ്ട ഒരു നീതിയുണ്ട്. ഇനി അതല്ല, വീഡിയോ ചെയ്യുന്നില്ല, എനിക്ക് ചിലപ്പോൾ പോയിട്ട് വേറെ എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളുണ്ടാവും. രാവിലത്തെ ഷോ ഒക്കെ കാണാൻ വരുന്ന പല ആളുകളും ഹാഫ് ഡേ ലീവൊക്കെ എടുത്ത്, ഞാനും അങ്ങനെ ലീവൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഓഫീസിലേക്ക് എത്തണം, അല്ലെങ്കിൽ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം ഇനി ഓഫീസിലേക്ക് പോകാൻ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ തിരക്കുകളുണ്ട്. ഈ തിരക്കുകളിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്ന ആളുകളുടെയൊക്കെ വഴി മുടക്കിക്കൊണ്ട് നേരെ നടുക്കങ്ങോട്ട് നിൽക്കുക. ചില ആൾക്കാർ ഈ അടുത്തായിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഈ ബഹളം വെക്കുന്നത്. മറ്റേതോ ഒരു തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്ന് ബഹളം വെക്കുന്ന മറ്റുള്ളവരെയൊക്കെ ഇവർ ഓൺലൈനായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനത്തെ പരിപാടികൾ വരെ കണ്ടിട്ടുണ്ട്. മുണ്ട് മുടക്കി കുത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അലറി വിളിച്ച് നടക്കുന്നു, ആളുകളുടെയൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനൊക്കെ നമ്മൾ എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? നിങ്ങൾക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അലറി വിളിച്ച് കുക്കി വിളിച്ച് ബാക്കിയുള്ളവൻ്റെ മനസ്സമാധാനം കളയേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് അവിടെ ഇല്ല. പലപ്പോഴും തിയേറ്റർ ഓണേഴ്സ് ഇങ്ങനെയുള്ള ആളുകളോട് പല കാര്യങ്ങളും പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അത് വലിയ പ്രശ്നമായി മാറിയിട്ടുമുണ്ട്. ഇവർക്കൊക്കെ പറയാനുള്ള ന്യായം ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾ റോഡ് ടാക്സ് അടച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി റോട്ടിൽ കൂടി ഓടിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ തോന്നിയ പോലെ വട്ടം നിർത്തി ബഹളം വെക്കാം, ഏത് സ്പീഡിലും ആരുടെ മെക്കിട്ടും കയറാൻ പോകുന്ന പോലെ വണ്ടി ഓടിക്കാം എന്നൊന്നുമല്ല. ബാക്കി എല്ലാവരും ഓടിക്കുന്ന പോലെ മാന്യമായി ഓടിക്കാനുള്ള ഒരു ലൈസൻസാണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്. പക്ഷേ ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവുന്ന, ബാക്കിയുള്ളവർക്ക് ശല്യമാകുന്ന, വളരെ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ പട്ടി ഷോയാണ്. രണ്ടാമത്തെ ആൾക്കാർ അവർ ആക്ച്വലി പ്രൈവസി ബ്രീച്ച് ചെയ്യുന്ന ആളുകളാണ്. ഒരാൾ സിനിമ കണ്ടതിനെക്കുറിച്ചുള്ള അഭിപ്രായം അപ്പോൾ ഓൺലൈൻ മീഡിയ ആരെങ്കിലും വന്ന് ചോദിച്ചു, നമ്മൾ മാന്യമായിട്ട് പറയാം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യം എന്താ, അങ്ങനെ അഭിപ്രായം പറയാൻ നീ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് കയറുന്ന ഒരു കൂട്ടം വേട്ടാവളിയന്മാരുണ്ട്. ഇനി അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പബ്ലിസിറ്റി കിട്ടിയതിന് ശേഷം ഞാനൊരു പബ്ലിക് ഫിഗറാണ്, ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും ബാക്കിയുള്ളവൻ്റെ പ്രൈവസിക്ക് അകത്ത് കയറി, അതായത് ആവശ്യമില്ലാതെ വരുന്നവനും പോകുന്നവനും ഒക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ഹഗ് കൊടുക്കേണ്ട ബാധ്യത ഒന്നും എല്ലാവർക്കും ഇല്ല. അവർ ഏത് സെലിബ്രിറ്റി ആണെങ്കിലും അവർക്കതില്ല. ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി നടക്കുക, കെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുക, അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി എനിക്കും സംസാരിക്കണം, ഞാൻ പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം എന്നുള്ളൊരു ഒരു എലമെൻറ്റ് പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുക. അവർ ആക്ച്വലി ബിസിനസ്സിനെ, തിയേറ്റർ വ്യവസായത്തിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പല തിയേറ്ററുകളിലെയും തിയേറ്റർ ഓണേഴ്സുമായിട്ട് തരക്കേടില്ലാത്ത സൗഹൃദം എനിക്കുണ്ട്. അയ്യോ ഇവന്മാരൊക്കെ വരുന്ന തിയേറ്ററിലെ, അല്ലെങ്കിൽ അവരിങ്ങനെ ക്യാമറ ഒക്കെ ആയിട്ട് വരൂലേ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പണ്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം അങ്ങോട്ട് വരാറേ ഇല്ല എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് തിയേറ്റർ ഓണേഴ്സ് പറയുന്നുണ്ട്. തിയേറ്ററിലേക്ക് ആൾ കയറുന്നില്ല, ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ വനിതാ വിനീത തിയേറ്ററിലെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ രാവിലെ ആദ്യത്തെ ഷോ കഴിയുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടെ ഒടുക്കത്തെ തിരക്കും ഈ പറയുന്ന അഭിപ്രായം പറച്ചിലുകളും എല്ലാം ഉണ്ട്. പക്ഷെ അതേ സിനിമ ഇതേ ബഹളത്തിൽ എല്ലാവരും വന്ന് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു പോയ മറ്റേ അമേസിംഗ് അണ്ണൻ, ആറാട്ടണ്ണൻ, മറ്റൊരു മറിച്ചവരും ഒക്കെ വന്നു പോയതിന് ശേഷം ആ സിനിമയുടെ അടുത്ത ഷോ ചിലപ്പോൾ ഷോ കളിക്കാനുള്ള ആളുണ്ടാവില്ല. ഞാൻ അങ്ങനെയുള്ള സിനിമകൾ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പോൾ ഒന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ കളിക്കുന്നത് ഒരു ഷോയാണ്.
രണ്ടാമത്തെ ഷോയ്ക്ക് ഒരുപക്ഷെ വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകൾ അയ്യോ എനിക്ക് ഇവന്മാരുടെ ഒന്ന് ബഹളത്തിൻ്റെ ഇടയ്ക്ക് വയ്യ എന്ന് കരുതി പോകാതിരിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരാളായിരിക്കില്ല, 6 പേരോ 7 പേരോ അടങ്ങുന്ന ഒരു ഫാമിലി ആയിരിക്കും. ആ ഫാമിലിയും തിയേറ്ററിൽ ഓൺലൈൻ ബുക്കിങ്ങിൽ വന്ന 4-5 പേരും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ഷോ കളിക്കാൻ തിയേറ്ററിൽ പറ്റിയേക്കും. ആ സിനിമയ്ക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടിയേക്കും അതുവഴി. പക്ഷേ അതിനെയും കൂടി ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ദേ അഫക്റ്റ് തിയേറ്റർ ബിസിനസ്. 2, അവർ ബാക്കിയുള്ളവരുടെ സമാധാനത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഞാൻ ഓടിയിട്ടുണ്ട്, ഞാനുള്ള കാര്യം പറയാം. എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിയിട്ടുണ്ട്. കോട്ടെ, എൻ്റെ കാര്യം വിടും. അയ്യോ അവരോ എന്ന് പറഞ്ഞ് ഓടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് സമാധാനമായി എൻജോയ് ചെയ്യാൻ ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ വളരെ റിലാക്സ് ആയിട്ടിരുന്ന് കാണുന്ന ഒരു സാധനമാണ് സിനിമ. അതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെയും കാണാതിരിക്കാൻ, ക്യാമറ കാണാതിരിക്കാൻ നമ്മൾ ഓടേണ്ടി വരിക എന്ന് പറയുന്നത് അത്രയും നേരം നമ്മൾ ഈ മാനസികോല്ലാസം നേടി നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഹാപ്പി ഹോർമോൺസിനെയൊക്കെ കളഞ്ഞു കുളിക്കുന്ന പോലെയാണ്. വേറൊരു പ്രശ്നം, ഇവരെല്ലാവരും സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫിലിം റിവ്യൂവർ എന്നുള്ള ടൈറ്റിലാണ്. എന്നെ ഇപ്പോൾ റിവ്യൂവർ എന്ന് വിളിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഒരു സെലിബ്രിറ്റി ആണെന്ന് സ്വയം വിചാരിക്കുകയും ബേസിക് ടെലിഫോൺ എത്തിക്വറ്റ് പോലും പാലിക്കാത്ത അത്രയും വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവർ കുറച്ച് ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് നടിമാരുടെയൊക്കെ നമ്പർ കിട്ടിയിട്ട് ആ നടിമാരെയൊക്കെ വിളിക്കുകയാണ്. ആ നടിയുടെ നമ്പർ ഉണ്ടോ, ഈ നടിയുടെ നമ്പർ ഉണ്ടോ, അവരെ വിളിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ ഇത്രയും അവൈലബിളോ അല്ലെങ്കിൽ വളരെ ഈസിലി റീച്ചബിളോ ആയിട്ടുള്ള ആളുകളായി ഇവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേ കാണുമ്പോൾ നമുക്കിത് ഒരു ഫണ്ണായിട്ടോ അല്ലെങ്കിൽ കോമഡി ആയിട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. പക്ഷേ അതിനെന്ത് തമാശയുടെ ആവരണം ഉണ്ടെന്ന് പറഞ്ഞാലും ബുദ്ധിയില്ലാത്തവന്മാർ എന്തോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പോലും നിങ്ങളതിനെ നോക്കി കണ്ടാലും അത് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷനാണ് കഴിഞ്ഞ ദിവസം സന്തോഷ് വർക്കിയുടെ അറസ്റ്റിൽ കലാശിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിനേത്രി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, സന്തോഷ് വർക്കി ഒരു സിനിമയിൽ അഭിനയിച്ചത് ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, സിനിമയ്ക്ക് എന്താ വേണ്ടത്, പബ്ലിസിറ്റി അല്ലേ, അപ്പോൾ അയാളുടെ പബ്ലിസിറ്റിയെ സിനിമ ഉപയോഗിക്കുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞാൽ അതേ അൻസിബ തന്നെ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഉണ്ടല്ലോ അവനവന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെ ഒരു കുഴപ്പമില്ല, ഫണ്ണാണ്, എൻജോയ് ചെയ്യാം. എന്തുകൊണ്ടാണ് സന്തോഷ് വർക്കി മമ്മൂട്ടി ഭാഗമായിട്ടുള്ളൊരു സിനിമയിൽ അഭിനേതാവായി വന്നപ്പോൾ ആളുകൾ കൂടുതൽ വിമർശിച്ചത്? സിനിമാ മേഖലയിലുള്ള എസ്പെഷ്യലി സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ള, അവരെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള, ഒന്നാമത് മലയാള സിനിമ സ്ത്രീകൾക്ക് സുരക്ഷിത ഇടമാണോ എന്ന് ചോദിക്കുമ്പോൾ 2 അഭിപ്രായമുള്ള നാടാണ് നമ്മുടേത്. ഇതുപോലെ കുറച്ച് ആൾക്കാർ പറയും അയ്യോ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്നൊക്കെ. എന്നാൽ അതേസമയം അതൊരു തരത്തിലും ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോഴാണ് അഭിനേത്രിമാരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് അഭിനയിപ്പിക്കുന്നത്, അതും മലയാളത്തിൻ്റെ മഹാനടൻ്റെ സിനിമയിൽ. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന മറ്റ് അഭിനേത്രിമാർ. എന്നിട്ട് അവസാനം എന്തായി? അവർ തന്നെ കേസ് കൊടുക്കേണ്ടി വന്നു. ഇനി കോസ്പ്ലേയും കോമാളികളും എന്ന് ഞാൻ തംബ്നെയിലിൽ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോമാളി എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്നത്? നിങ്ങൾ ചിലപ്പോൾ ഇവരാരുടെയും വീഡിയോസ് ഒന്നും കാണുന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒരു കാര്യമില്ലാതെ ഞാൻ എൻ്റെ സെർച്ച് പേജിലേക്ക് പോകുമ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ സജഷൻ വരാറുണ്ട്. പറയുന്ന പോപ്പുലറായ മൂവി റിവ്യൂവർ, പുള്ളി ഫുട്ബോൾ കളിച്ചപ്പോൾ, ഉരുണ്ട് വീണപ്പോൾ, തല്ലുണ്ടാക്കിയപ്പോൾ, ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ, പെൺകുട്ടികളെ നോക്കിയപ്പോൾ എന്ന് പറയുന്ന തംബ്നെയിൽ ഇട്ടുകൊണ്ട് നമ്മുടെ മീഡിയക്കാരെല്ലാവരും ഇടക്കിടക്ക് ഓരോ റീല് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണണ്ടാന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും വഴിക്ക് കയറി വരും. അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഒന്നെങ്കിൽ അയാളെ അധിക്ഷേപിക്കുകയോ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അത് കണ്ട് ആനന്ദിച്ചിട്ട് അതിനെന്തെങ്കിലും ഒരു സർക്കാസ്റ്റിക് മറുപടി കൊടുക്കുകയോ, ഇതൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ കാണുക. പക്ഷേ ഇഷ്ടംപോലെ കമൻറ്റ്സ് ഉണ്ടാവും, ഇഷ്ടംപോലെ ലൈക്ക് ഉണ്ടാവും, നല്ല വ്യൂ ഉണ്ടാവും. എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ആളുകൾ കൺസ്യൂം ചെയ്യുന്നത്? അത് ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാക്കും. ആ വീഡിയോയ്ക്കകത്തുള്ള ആ കോമാളിക്കളി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക? എൻ്റെ ജീവിതമൊന്നും ഇതുപോലെ ആയില്ലല്ലോ എന്നുള്ളതും ഞാൻ അവനേക്കാൾ സുപ്പീരിയർ ആണല്ലോ എന്ന തോന്നൽ ഉള്ളിൽ കിടക്കാനും വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത്. നമ്മൾ പുറമേ കാണുമ്പോൾ ഒരു കോമാളിക്കളിയായി അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിനെ ആവർത്തിക്കരുതെന്ന് പറയുകയോ അല്ലെങ്കിൽ അത്തരം കമൻറ്റുകളിലൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴോ ഒക്കെ സംഭവിക്കുന്നത് ഇറ്റ്സ് മണി ബിസിനസ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തെറി വിളിച്ച് കമൻറ്റ് ഇട്ടാലും ഡിസ്ലൈക്ക് അല്ലല്ലോ മറ്റേ ആംഗ്രി ഇമോജി എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനെ കാണുന്നത് റിയാക്ഷൻസ് ആയിട്ടാണ്. റിയാക്ഷൻസ് കൂടുന്തോറും അത്തരം വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യും. റീച്ച് കൂടുന്തോറും ഇത്തരം പേജുകൾക്ക് അല്ലെങ്കിൽ അവരുടെ തന്നെ പേഴ്സണൽ പേജുകൾക്കൊക്കെ വളരെയധികം റീച്ച് കിട്ടും. റീച്ച് കിട്ടുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വരുന്ന ഫണ്ട് കൂടുതലാവും. ഫണ്ട് കൂടുതൽ കിട്ടുമ്പോൾ ശരി, ഇതിനാണ് റീച്ച് ഉള്ളത്, അപ്പോൾ ഇത് തന്നെ നമ്മൾ വീണ്ടും ചെയ്യണം, ഇതിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഏതെങ്കിലും കണ്ടന്റ് ദാരിദ്ര്യം വരുന്ന സമയത്ത് നമുക്ക് നടിമാരുടെ ഫോണിലേക്ക് വിളിക്കാം, ഇന്ന അണ്ണൻ ഇന്ന നടിയെ വിളിച്ചപ്പോൾ എന്ന് പറയുന്ന രീതിയിൽ കണ്ടന്റുകൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത്തരം കേസുകളിൽ ഇതൊരു കേസായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ പബ്ലിക്കായി മാപ്പ് പറഞ്ഞ് തലയൂരും, അതല്ലെങ്കിൽ എനിക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളതാണ്, ഞാൻ മരുന്ന് കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഊരി മാറാൻ പറ്റും. ഇവരുടെ പബ്ലിക് പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരിൽ ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടാൽ എനിക്ക് ചിലപ്പോൾ
അത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു സഹായം എത്രയും പെട്ടെന്ന് വേണം എന്നുള്ള തോന്നലാണ് ഞാനതിനെ എടുക്കുക. പക്ഷേ അവരധിക്ഷേപിക്കുന്നത് ഒരു സ്ത്രീയുടെ അഭിമാനത്തെ ആവുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിലെ ഒരുപാട് സ്ത്രീകളുടെ അഭിമാന ബോധത്തെ ആവുമ്പോൾ അതെങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുക? അപ്പോൾ ഇവർ ഈ മുന്നിലേക്ക് വെക്കുന്ന അവർക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സഹായമാണ് ആവശ്യമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാനുള്ള വഴികളെക്കുറിച്ച് ഇവരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന സോഷ്യൽ മീഡിയക്കാർ അവരൊരു തരത്തിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല. ഇത്തരം കേസുകൾ ഉണ്ടാകുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇവരിന് വീണ്ടും മാപ്പ് പറയും, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും ഇതേ പരിപാടികൾ. ചിലപ്പോൾ കുറച്ച് സഹതാപ തരംഗത്തിൽ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള, ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല, ഐശ്വര്യലക്ഷ്മി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യലക്ഷ്മിയെ സൈബർ ബുള്ളിങ് ചെയ്യാൻ ഇറങ്ങിയ ആളുകളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആൻഡ് ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന ആളുകൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നമ്മൾ സിനിമാ മേഖലയിലേക്ക് തന്നെയാണ് തിരിഞ്ഞ് നോക്കേണ്ടി വരിക. ഇവർ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, സിനിമ കാണാൻ വരുമ്പോൾ അവർ ഇത്ര പൈസ വരും, ഇങ്ങനെ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഇത്ര പൈസ കിട്ടുന്നുണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെയും ഇവർക്കൊക്കെ സിനിമ കാണാൻ, ഫ്രീ ആയിട്ട് സിനിമ കാണാൻ, സിനിമാക്കാരുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇടയ്ക്ക് ഇവരെയൊക്കെ വിളിച്ച് അവാർഡ് കൊടുക്കുന്ന ആളുകളുണ്ട്, ഈവൻസിൽ ഗസ്റ്റായിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം ഒരു തരത്തിലൊരു കോമാളിക്കളി കാണുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതുവഴി കിട്ടുന്ന പബ്ലിസിറ്റിയും വളർച്ചയും അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊന്ന് ആലോചിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൂക്ഷിക്കേണ്ടതിനെ, മാറ്റി നിർത്തേണ്ടതിനെ, എക്സ്റ്റേണൽ ഹെൽപ്പ് കിട്ടേണ്ടതിനെ ഒക്കെ ഏത് രീതിയിലാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായേ പറ്റുള്ളൂ. പിന്നെ പബ്ലിക് ന്യൂസൻസ് ആയി മാറുന്നത് എൻ്റെ അവകാശമാണ് എന്ന് ചിന്തിക്കുന്ന വിവരമില്ലാത്തവന്മാരുണ്ട്. അവരോട് നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ ചില നിയമ നടപടികളൊക്കെ ഉണ്ടായാലാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുക. കോമാളി കണക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ബാധ്യതയുമായി മാറുന്ന ആളുകളെ തിരിച്ചറിയുകയും കോസ്പ്ലേ ആർട്ടിസ്റ്റുകളെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനുള്ള, പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കാനുള്ള ഒരു വേർതിരിവ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.